സാബ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഏത് തരം കമന്റ് ആയാലും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചാണ്. എന്താണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളും എന്നിട്ട് ഫെഡറേഷൻസുകളെ കുറിച്ചാണ്. നമുക്കറിയാം, കേരളത്തിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് ത്രിതല സമ്പ്രദായത്തിലാണ്. അതായത് പ്രൈമറി കോപ്പറേറ്റീവ് സംഘങ്ങൾ, പ്രൈമറി സഹകരണ സംഘങ്ങളും അതിന്റെ സെൻട്രലായിട്ട് മൊത്ത വ്യാപാര സംഘങ്ങളും, അതിന് മേലെയായിട്ട് അപ്പെക്സ് സംഘം, അതായത് കൺസ്യൂമർ ഫെഡും, അങ്ങനെ ത്രിതല സമ്പ്രദായത്തിലാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ദേശീയ തലത്തിലാണെങ്കിൽ ഇതിന്റെ അപ്പെക്സ് സ്ഥാപനമായിട്ട് NCCF ആണ് ഉള്ളത്. ഇന്ത്യയിലല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ സൊസൈറ്റിയാണ്. 1844 ഇംഗ്ലണ്ടിലെ ടോർലൈനിൽ സ്ഥാപിച്ച റോച്ച്ഡെയിൽ പയനിയേഴ്സ് ഇക്വിറ്റബിൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയാണ് ലോകത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് പഠിക്കാം. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്താണ്? പി നടേശൻ കമ്മിറ്റി ഈസ് റിലേറ്റഡ് ടു കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. പി നടേശൻ കമ്മിറ്റി കൺസ്യൂമർ കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പി നടേശൻ കമ്മിറ്റി. എന്താണ്? പി നടേശൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റോഴ്സ് ഇൻ കോർപ്പറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സിന് അറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റോഴ്സ് ഇൻ കോർപ്പറേഷൻ എന്നാണ്. നടേശൻ കമ്മിറ്റിയാണ് ഇന്ത്യയിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് കൺസ്യൂമർ സൊസൈറ്റി ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടിലാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്തെന്നാണ് അറിയപ്പെടുന്നത്? യൂണിവേഴ്സിറ്റി സ്റ്റോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോൺ ആസ് വാർ ടൈം ബേബീസ്. യുദ്ധകാല സന്തതികൾ എന്നാണ്. അതായത് യുദ്ധകാലത്തിലാണ് കൂടുതലായിട്ട് മുളച്ചു വരുന്നത്. അതാണ് യുദ്ധകാലത്തിലുള്ള ക്ഷാമം വരുമ്പോഴാണല്ലോ നമുക്ക് ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ളത്. അങ്ങനെ യുദ്ധകാലങ്ങളിൽ മുളച്ചു വന്ന സന്തതി ആയതുകൊണ്ട് തന്നെ അതിനെ വാർ ടൈം ബേബീസ് എന്നാണ് അറിയപ്പെടുന്നത്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോൺ ആസ് വാർ ടൈം ബേബീസ്. ഫസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ, ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വാസ് ഓർഗനൈസ്ഡ് അറ്റ് മദ്രാസ്. ഇന്ത്യയിലെ ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മദ്രാസിലാണ്. ഫസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ, ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വാസ് ഓർഗനൈസ്ഡ് അറ്റ് മദ്രാസ്. ദ ഫസ്റ്റ് റൂറൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഇസ് അറ്റ് വാരണനഗർ, മഹാരാഷ്ട്ര. ആദ്യത്തെ റൂറൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എവിടെയാണ്? വാരണനഗറിൽ. വാരണനഗർ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫസ്റ്റ് റൂറൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഇസ് അറ്റ് വാരണനഗർ, മഹാരാഷ്ട്ര. അപ്പൊ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ വാർ ടൈം ബേബീസ് എന്ന് പറയുന്ന അതിന്റെ നിക് നെയിമാണ് വാർ ടൈം ബേബീസ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് രൂപീകരിച്ചിട്ടുള്ളത് മദ്രാസ് സ്റ്റേറ്റിലാണ്. മദ്രാസ് സ്റ്റേറ്റിലെ ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. റൂറൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, അതായത് ആദ്യത്തെ റൂറൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ വാരണനഗറിലാണ്. വാരണനഗർ മഹാരാഷ്ട്രയിലാണ്. In India, consumer cooperatives are functioning under four-tier structure. ഇന്ത്യയിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ചാൽ അത് 4-tier സ്ട്രക്ചറിലാണ്. ഇന്ത്യയിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് പ്രവർത്തിക്കുന്നത് 4-tier സ്ട്രക്ചറിലാണ്. ഏറ്റവും മുകളിൽ, ദേശീയ തലത്തിൽ ഏറ്റവും മുകളിൽ തലതൊട്ടപ്പനായിട്ട് കിടക്കുന്നത് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ, NCCF, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. NCCF മാറരുത്, നാഷണൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ അല്ല, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. സ്റ്റേറ്റ് ലെവലിൽ എന്താണ്? സ്റ്റേറ്റ് ലെവലിൽ കൺസ്യൂമർ ഫെഡ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ അറിയപ്പെടുന്ന പേരാണ് കൺസ്യൂമർ ഫെഡ്. അപ്പൊ ഏറ്റവും മുകളിൽ, തലതൊട്ടപ്പന ഏറ്റവും മുകളിൽ കിടക്കുന്നത് NCCF ആണെങ്കിൽ തൊട്ട് താഴെ, എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും മുകളിൽ കിടക്കുന്നത് എന്താണ്? കൺസ്യൂമർ ഫെഡ് ആണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. ഡിസ്ട്രിക്ട് തലത്തിൽ എന്താണ് കിടക്കുന്നത്? DWCCS, ഡിസ്ട്രിക്ട്
Wholesale Consumer Cooperative Society. District Wholesale Consumer Cooperative Society. District Wholesale Consumer Cooperative Society. പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അത് ലാസ്റ്റ് അടുത്തട്ടിൽ ആരാണ് കിടക്കുന്നത്? പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. The goods are sold at a price less than the market price is called active price. അതായത് ഈ ആക്റ്റീവ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആക്റ്റീവ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഉണ്ടല്ലോ, നമ്മുടെ മാർക്കറ്റ് പ്രൈസിനേക്കാൾ വില കുറച്ച് വിൽക്കുന്നതിനെയാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത്. The goods are sold at a price less than the market price is called active price policy. The goods are sold at a price less than the market price is called active price policy. Active price policy is a scheme introduced by Sweden in fixing the selling price of articles through consumer stores. It is a price policy adopted in which cooperative stores should sell their goods to the public at prices which are slightly lower than prevailing market price. ഒന്നുമില്ല, ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്വീഡനിലാണ്, മറക്കരുത്. ആക്റ്റീവ് പ്രൈസ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്വീഡനിലാണ്. ആക്റ്റീവ് പ്രൈസ് പോളിസി എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സ്വീഡനിലാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ സ്റ്റോറുകളിൽ ഗുഡ്സ് പബ്ലിക്കലി വിൽക്കുന്ന ഗുഡ്സിനേക്കാളും കുറച്ച് വിൽക്കുന്നതിനെയാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത്. പബ്ലിക്കലി എത്രത്തോളം 10 രൂപയ്ക്കാണ് 1 കിലോ വെണ്ടക്കായ വിൽക്കുന്നതെങ്കിൽ അത് 9 രൂപയ്ക്കായിരിക്കും നമ്മളെ കൺസ്യൂമർ സ്റ്റോറുകളിൽ വിൽക്കുന്നത്. ആ അങ്ങനെ മാർജിൻ കുറച്ച് വിൽക്കുന്നതിനെയാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത്. Patronage dividend is paid on the basis of purchase. Patronage dividend എന്തുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ കൺസ്യൂമർ സൊസൈറ്റികളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പാട്രേജ് ഡിവിഡൻഡ് എന്തിന്റെ ബേസിസിലാണ് കൊടുക്കുന്നത്? പർച്ചേസിന്റെ ബേസിസിലാണ്. പാട്രേജ് ഡിവിഡൻഡ് is paid on the basis of purchase. റൂറൽ കൺസ്യൂമർ സ്കീം ഇംപ്ലിമെന്റഡ് ബൈ NCDC. റൂറൽ കൺസ്യൂമർ സ്കീം ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണ്? NCDC ആണ്. റൂറൽ കൺസ്യൂമർ സ്കീം കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്കീമാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ NCDC ആണ്. NCDC നമുക്ക് അടുത്ത ടോപ്പിക്കിൽ, അതായത് നമ്മളിപ്പോ നമ്മൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ ടോപ്പിക് വൈസ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഓരോ ടോപ്പിക്കിൽ വരുമ്പോൾ ഇത് നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്സ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരളം എന്ന് പറയുന്ന ആ ഇതിലുള്ളതാണ് നാം പഠിക്കുന്നത്. അടുത്ത ഒരു ടോപ്പിക് ആയിട്ട് വരുന്നുണ്ട് മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ദേശീയ തലത്തിലുള്ള എല്ലാവിധ സൊസൈറ്റികളെയും പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ നമുക്ക് NCDC പഠിക്കാം. റൂറൽ കൺസ്യൂമർ സ്കീംസ് ഇംപ്ലിമെന്റഡ് ബൈ NCDC. സെൻട്രലി സ്പോൺസേഡ് സ്കീം വാസ് സ്റ്റാർട്ടഡ് ഇൻ 1962. സെൻട്രലി സ്പോൺസേഡ് സ്കീം ആരംഭിച്ചത് 1962ലാണ്. സെൻട്രലി സ്പോൺസേഡ് സ്കീം വാസ് സ്റ്റാർട്ടഡ് ഇൻ 1962. സെൻട്രലി സ്പോൺസേഡ് സ്കീം വാസ് സ്റ്റാർട്ടഡ് ഇൻ 1962. 1962ലാണ് സെൻട്രലി സ്പോൺസേഡ് സ്കീം ആരംഭിച്ചത്. The turning point in the development of consumer cooperatives, centrally sponsored schemes. Centrally sponsored സ്കീമിന് കൺസ്യൂമർ ഡെവലപ്മെന്റിന്റെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ വികസനത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ദ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് centrally sponsored scheme. Centrally sponsored scheme is known as the turning point in the development of consumer cooperatives. Centrally sponsored scheme was introduced during third 5-year plan. Centrally sponsored scheme was introduced during third 5-year plan. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് സെൻട്രലി സ്പോൺസേഡ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെൻട്രലി സ്പോൺസേഡ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് തേർഡ് 5-year plan. ഇനി നമുക്ക് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനെ കുറിച്ച് പഠിക്കാം. NCCF, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. NCCF is a national apex institution in the consumer sector of cooperatives movement. NCCF is a national level apex institution in the consumer sector of cooperative movement. Cooperative movement ന്റെ കൺസ്യൂമർ സെക്ടറിന്റെ നാഷണൽ ലെവൽ അപ്പെക്സ് സംഘമാണ് NCCF എന്ന് പറയുന്നത്. NCCF is a national apex institution in the consumer sector of cooperative movement. The spokesman of consumer cooperatives in the country is NCCF. കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ കൺട്രിയിലെ നമ്മുടെ രാജ്യത്തിന്റെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ സ്പോക്മാൻ എന്നറിയപ്പെടുന്നതാണ് NCCF. The spokesman of consumer cooperatives in the country is NCCF. The spokesman of consumer cooperatives in the country is known as NCCF.
ഇൻ ഇന്ത്യ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആർ ഫംഗ്ഷനിങ് അണ്ടർ ഫോർ ടയർ സ്ട്രക്ചർ. ഇന്ത്യയിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഫോർ ടയർ സ്ട്രക്ചറിലാണ്. In India, consumer cooperatives are functioning in four tier structure. Headquarters of NCCF is at New Delhi. അതായത് 1965 രൂപീകരിച്ചിട്ടുള്ള NCCFന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ നെഹ്റു പാലസിലാണ്. ന്യൂഡൽഹിയിലെ നെഹ്റു പാലസിലാണ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് NCCF ഈസ് അറ്റ് ന്യൂഡൽഹി, നെഹ്റു പാലസിലാണ്. ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ ബൈഹാർട്ടാക്കി പഠിച്ചു വെക്കുക. വെറുതെ കാണാപ്പാടം പഠിക്കല്ല, മനസ്സിലാക്കി പഠിച്ചു വെക്കുക. നമുക്കിപ്പോ അറിയാം സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 4 or 5 ഡെഫിനേഷൻ പോലെ സെന്റൻസുകൾ തന്നിട്ട് അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് കിട്ടേണ്ടി വരിക. അപ്പൊ നമ്മൾ ഓരോന്നിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം പോയിന്റ്സ് പഠിച്ചു വെച്ച് പോകുക. നമുക്കത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, അതെല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഓരോ പോയിന്റുകൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചാൽ തന്നെ സാധിക്കുകയുള്ളൂ. NCCF എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 16th October 1965. NCCF എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1965 ഒക്ടോബർ 16. 1965 ഒക്ടോബർ 16 NCCF എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1965 ഒക്ടോബർ 16. 1965 ഒക്ടോബർ 16 എസ്റ്റാബ്ലിഷ് ചെയ്ത NCCF അതിന്റെ ഫംഗ്ഷൻ ആരംഭിച്ചത് 1966 ജനുവരിയിലാണ്. NCCF started functioning in January 1966. NCCF started functioning in January 1966. NCCF started functioning in January 1966. NCCF എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1965 ഒക്ടോബർ 16. 1966 ജനുവരി 1 NCCF അതിന്റെ ഫംഗ്ഷൻ ആരംഭിച്ചത്. NCCF is governing under the Multi-State Cooperative Societies Act 1984. 1984 മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇപ്പോൾ NCCF പ്രവർത്തിക്കുന്നത്. NCCF എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? 1984 മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. NCCF is under the Ministry of Consumer Affairs, Food and Public Distribution. NCCF is under the Ministry of Consumer Affairs, Food and Public Distribution. NCCF started the first department store in cooperative sector in Delhi in 1966, Nehru Palace. അതിന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നെഹ്റു പാലസിലെ തന്നെയാണ് 1966 ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ NCCF ആരംഭിക്കുന്നത്. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഇൻ NCCF എന്ന് പറയുന്നത് ഏതാണ്? നെഹ്റു പാലസിൽ സ്ഥിതി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആണ്. അത് 1966 ആണ് ആരംഭിച്ചത്. നെഹ്റു പാലസ് എവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിലെ നെഹ്റു പാലസിൽ തന്നെയാണ് NCCFന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. വിച്ച് ഇസ് ദ മന്ത്ലി ജേണൽ ഓഫ് NCCF? NCCFന്റെ മന്ത്ലി ജേണൽ ഇന്ത്യൻ കൺസ്യൂമർ കോപ്പറേറ്റർ. വിച്ച് ഇസ് ദ മന്ത്ലി ജേണൽ ഓഫ് NCCF? ഇന്ത്യൻ കൺസ്യൂമർ കോപ്പറേറ്റർ. Which is the monthly journal of NCCF? Indian Consumer Cooperator. Number of member societies in NCCF? 144. അതായത് 144 മെമ്പർ ഓഫ് സൊസൈറ്റികളാണ് NCCF-ലുള്ളത്. 144 മെമ്പർ സൊസൈറ്റികളാണ് NCCF-ന് സ്വന്തമായിട്ടുള്ളത്. നമ്പർ ഓഫ് മെമ്പർ സൊസൈറ്റീസ് ഇൻ NCCF 144. 144 മെമ്പർ സൊസൈറ്റികൾ. NCCF ഓപ്പറേറ്റ്സ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് 28 റീജിയണൽ ഓഫീസ്. NCCF വർക്ക് ചെയ്യുന്നത് 28 റീജിയണൽ ഓഫീസുകളുമായിട്ടാണ്. അതായത് 28 റീജിയണൽ ഓഫീസുകൾ ഒരു നെറ്റ്വർക്ക് തന്നെ NCCF-നുണ്ട്. NCCF operates through a network of 28 regional offices. Ultimate authority of NCCF is general body. NCCFന്റെ ultimate authority എന്ന് പറഞ്ഞ ജനറൽ ബോഡിയാണ്. ഒരു സഹന പ്രസ്ഥാനത്തിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി അതിന്റെ ജനറൽ ബോഡി തന്നെയായിരിക്കും. NCCF സെറ്റപ്പ് ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ഇൻ ഇന്ത്യ അറ്റ് ന്യൂഡൽഹി. NCCF ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത് ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ്. NCCF സെറ്റപ്പ് ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ഇൻ ഇന്ത്യ അറ്റ് ന്യൂഡൽഹി. ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഓഫ് NCCF ഭിവാനി, മൊഹാലി, നാഗ്പൂർ. NCCFന്റെ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളെ ഭിവാനി, മൊഹാലി, നാഗ്പൂർ. ഭിവാനിയിലുണ്ട്, മൊഹാലിയിലുണ്ട്, നാഗ്പൂരിലുണ്ട്. ഇത് മൂന്നാണ് NCCFന്റെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. NCCF runs a dye processing unit at ഭിവാനി. NCCFനൊരു ഡയൽ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ഭിവാനിയിലാണ്. NCCF runs a dial processing unit at ഭിവാനി. NCCF has an industrial unit at Okhala.
ഒക്കഹാല തിരുവനന്തപുരത്തെ ഒക്കാലയിലാണ് NCCF ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തിരുവനന്തപുരത്തെ ഒക്കാലയിൽ സ്ഥിതി ചെയ്യുന്നു. സർവപ്രിയ ഫുഡ് പ്രോഗ്രാം ഇസ് റിലേറ്റഡ് ടു NCCF. സർവപ്രിയ ഫുഡ് പ്രോഗ്രാംസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? NCCFുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർവപ്രിയ ഫുഡ് പ്രോഗ്രാം. ചിന്താമണി സൂപ്പർ മാർക്കറ്റ് എന്താണ്? ചിന്താമണി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മളെ കോയമ്പത്തൂരാണ് ചിന്താമണി സൂപ്പർ മാർക്കറ്റ്. തമിഴ്നാട് ജില്ലയിലെ കോയമ്പത്തൂരാണ് ചിന്താമണി സൂപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ചിന്താമണി സൂപ്പർ മാർക്കറ്റ് 1984ലാണ് ചിന്താമണി സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത്. നമുക്കറിയാം നെഹ്റു പാലസിൽ ആദ്യമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു. അത് 1966ലാണ്. നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ചിന്താമണി സൂപ്പർ മാർക്കറ്റ്. അത് 1984ലാണ് ആരംഭിച്ചത്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആർ നോൺ ആസ് യൂണിവേഴ്സിറ്റി സ്റ്റോർസ് ഇൻകോർപ്പറേഷൻ. നേരത്തെ പറഞ്ഞതാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസിന് അറിയപ്പെടുന്നത് കോർപ്പറേഷനിലെ യൂണിവേഴ്സിറ്റി സ്റ്റോറുകൾ എന്നാണ്. നിക് നെയിം ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഇസ് വാട്ട് ടൈം ബേബീസ്. അത് പറഞ്ഞതാണ്. നിക് നെയിം ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഈസ് വാട്ട് ടൈം ബേബീസ്. ദ കറന്റ് sanctioned strength of board of directors is 21. The current sanctioned strength of the board of directors 21. 21 അംഗ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. The current sanctioned strength of the board of directors is 21. NCCF designated as a canalizing agency for എക്സ്പോർട്ട് ഓണിയൻ. അതായത് NCCF എന്താണ്? ഓണിയന്റെ എക്സ്പോർട്ടിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് തന്നെ വഹിക്കുന്നത് NCCF എന്താണ്? നമ്മളുടെ ഓണിയൻ എക്സ്പോർട്ടില് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നിക് നെയിം എന്ന് പറയുന്നത് വാട്ട് ടൈം ബേബീസ് എന്ന് പറയുന്ന നിക് നെയിം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് മെമ്പേഴ്സ് എത്ര ആളാണ് ബോർഡ് ഓഫ് മെമ്പേഴ്സ് ഉള്ളത്? ബോർഡ് ഓഫ് മെമ്പേഴ്സ് 21 ആളാണ്. അതുപോലെ തന്നെ NCCF എന്താണ്? ഓണിയന്റെ എക്സ്പോർട്ടില് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഇസ് റിലേറ്റഡ് ടു NCCF. പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? NCCFുമായിട്ട് ബന്ധപ്പെട്ടുള്ള PSS പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം NCCFുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം MAS. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം MAS ഇൻട്രൊഡ്യൂസ്ഡ് ബൈ NCCF. ഇൻട്രൊഡ്യൂസ് ചെയ്ത മാനേജ്മെന്റ് അക്കൗണ്ട് സിസ്റ്റം ഉണ്ട്. OMSS ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം relates to NCCF. OMSS ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം relates to NCCF. OMSS ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം relates to NCCF. Monthly journal published by NCCF is Indian Consumer Cooperator. Monthly journal published by NCCF is Indian Consumer Cooperator. Monthly journal published by NCCF പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു മന്ത്ലി ജേണൽ ആണ് ഇന്ത്യൻ കൺസ്യൂമർ കോപ്പറേറ്റർ. Patronage dividend introduced by Robert Owen. റോബർട്ട് ഓവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിവിഡൻഡ് ആണ് പാട്രണേജ് ഡിവിഡൻഡ്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റോബർട്ട് ഓവൻ. സെൻട്രലി സ്പോൺസേഡ് സ്കീം വാസ് സ്റ്റാർട്ടഡ് ഇൻ 1962. 1962ലാണ് സെൻട്രലി സ്പോൺസേഡ് സ്കീം ആരംഭിച്ചത്. 1962ലാണ്. സെൻട്രലി സ്പോൺസേഡ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് തേർഡ് ഫൈവ് ഇയർ പ്ലാനിലാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സെൻട്രൽ സ്പോൺസേഡ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 3ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. സെൻട്രൽ സ്പോൺസേഡ് സ്കീം വാസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. പർച്ചേസ് ബോണസ് ഈസ് എ ചാർജ് ഫ്രം ഗ്രോസ് പ്രോഫിറ്റ്. ചാർജ് ചെയ്യുന്ന ഒന്നാണ് പർച്ചേസ് ബോണസ് എന്ന് പറയുന്നത്. പർച്ചേസ് ബോണസ് ഈസ് എ ചാർജ് ഫ്രം ഗ്രോസ് പ്രോഫിറ്റിലാണ് പർച്ചേസ് ബോണസ്. നെറ്റ് പ്രോഫിറ്റിലല്ല, ഗ്രോസ് പ്രോഫിറ്റിൽ ചാർജ് ചെയ്യുന്നതാണ് പർച്ചേസ് ബോണസ്. The primary objective of NCCF is to give support to the consumer cooperatives for the supply of consumer goods to other distributing agencies. The primary objective of NCCFന്റെ primary objective എന്ന് പറയുന്നതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് ആവശ്യമുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള ഗുഡ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് NCCF ഈസ് ടു ഗിവ് സപ്പോർട്ട് ടു ദി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഫോർ ദ സപ്ലൈ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ടു അതർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏജൻസീസ്.
The primary objective of NCCF is to give support to the consumer cooperatives for the supply of consumer goods to other distributing agencies. മറ്റുള്ള ഡിസ്ട്രിബ്യൂട്ടിംഗ് വിതരണക്കാരിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കൺസ്യൂമർ ഗുഡ്സ് ഒക്കെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് വിതരണം നടത്തുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. A scheme for the distribution of consumer goods in rural areas was formulated in 1963-1964 through marketing and service cooperatives. A scheme for the distribution of consumer goods in rural areas was formulated in 1963-64 through marketing and service cooperatives. അതായത് കൺസ്യൂമർ ഗുഡ്സിന്റെ ഒരു സ്കീം തുടങ്ങിയിട്ടുണ്ടെന്ന് അത് 1963-64 കാലഘട്ടത്തിലാണിത് ആരംഭിച്ചത്. അതെന്ത് മുഖേനയാണ്? അത് മാർക്കറ്റിംഗ് സൊസൈറ്റികളും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളും മുഖേന കൺസ്യൂമർ ഗുഡുകളെ വിതരണം നടത്തുന്ന ഒരു സ്കീമാണ്. A scheme for the distribution of consumer goods in rural areas was formulated in 1963-64 through marketing and service cooperatives. Trade deposit is associated with the consumer cooperatives. Trade deposit എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രേഡ് ക്രെഡിറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റികളുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചാണിത്. മാർക്കറ്റിംഗ് സൊസൈറ്റി എടുത്തപ്പോൾ നമ്മൾ പഠിച്ചു. അപ്പൊ ട്രേഡ് ഡെപ്പോസിറ്റ് കൺസ്യൂമർ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രേഡ് ക്രെഡിറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. The members of the NCCF open to the following. ആർക്കൊക്കെയാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്? NCCF ആർക്കൊക്കെയാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് വെച്ചാല് അപ്പസ് ലെവൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻസ് ഇൻ സ്റ്റേറ്റ്സ്, അതായത് നമ്മുടെ കൺസ്യൂമർ ഫെഡ് പോലെയുള്ള സ്റ്റേറ്റ് ലെവലിലുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷനുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നു. എല്ലാ സ്റ്റേറ്റിലുമുള്ള അപ്പക്സ് ലെവലിലുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷനുകൾക്ക് എന്ത് കൊടുക്കുന്നു? മെമ്പർഷിപ്പ് കൊടുക്കുന്നു. സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്, സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷന് കൊടുക്കുന്നു. സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിന് മെമ്പർഷിപ്പ് കൊടുക്കുന്നു. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് മെമ്പർഷിപ്പ് കൊടുക്കും. അതുപോലെ NCDC, NCUI വിത്തൗട്ട് എനി ഒബ്ലിഗേഷൻ ടു പേ ഐദർ അഡ്മിഷൻ ഫീ ഓർ ഷെയർ മണി. NCUI വിത്തൗട്ട് എനി ഒബ്ലിഗേഷൻ ടു പേ ഐദർ അഡ്മിഷൻ ഫീ ഓർ ഷെയർ മണി, അതായത് വേറെ ഒബ്ലിഗേഷൻ ഒന്നും ഇല്ലെങ്കിൽ, അഡ്മിഷൻ ഫീയുടെ ഷെയർ മണിയുടെ ഒന്നും വേറെ ഒബ്ലിഗേഷൻ ഒന്നും ഇല്ലെങ്കിൽ NCUIക്കും കൊടുക്കുന്നു. നാഫെഡ് ഓർ എനി അതർ നാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, നാഫെഡിനും അതുപോലെയുള്ള ഏതെങ്കിലും ഓർഗനൈസേഷനുകളും ആര് കൊടുക്കുന്നുണ്ട്? മെമ്പർഷിപ്പ് NCCF മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? അപ്പെക്സ് ലെവൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഇൻ സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, NCDC, NCUI, നാഫെഡ് ഓർ എനി അതർ നാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്. KCCF, കേരള കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ. കേരളത്തിലെ കൺസ്യൂമർ പ്രസ്ഥാനത്തിന്റെ അപ്പെക്സ് സ്ഥാപനമാണ് KCCF എന്നത്. കേരള കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ. അതിന്റെ ബ്രാൻഡ് നെയിം എന്നാണ് കൺസ്യൂമർ ഫെഡ്. അതിന്റെ പേര്, അതിന്റെ ബ്രാൻഡ് നെയിമാണ് കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നത്. ദ അപ്പെക്സ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ കേരള കൺസ്യൂമർ ഫെഡ്. ദ അപ്പെക്സ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ കേരള കൺസ്യൂമർ ഫെഡ്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ കേരള ഹാസ് 3 tier structure. കേരളത്തിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് 3 തലത്തിലാണ്, ത്രിതലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ കേരള ഹാസ് 3 tier structure. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ കേരള ഹാസ് 3 tier structure. The year in which KCCF registered. ഏത് വർഷമാണ് കേരള കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്തത്? ഏത് വർഷമാണ്? 4th September 1965. 1965 സെപ്റ്റംബർ 4-നാണ് KCCF രജിസ്റ്റർ ചെയ്തത്. The year in which KCCF registered. KCCF രജിസ്റ്റർ ചെയ്തതെന്നാണ് 1965 സെപ്റ്റംബർ 4-നാണ്. 1965 സെപ്റ്റംബർ 4-നാണ് KCCF രജിസ്റ്റർ ചെയ്തത്. കൺസ്യൂമർ ഫെഡ് രജിസ്റ്റർ ചെയ്തത് 1965 സെപ്റ്റംബർ 4-നാണ്. 1965 ഒക്ടോബർ 7-ന് അതിന് ഫംഗ്ഷൻ ആരംഭിച്ചു. The year in which function started by KCCF, 7th October 1965. The year in which function started by KCCF, 7th October 1965. 1965 സെപ്റ്റംബർ 4-ന് രജിസ്റ്റർ ചെയ്ത KCCF 1965 ഒക്ടോബർ 7-ന് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു.
Main object is to coordinate and facilitate the working of wholesale stores and assist promotion and development of consumer cooperatives in the state. അതായത് കൺസ്യൂമർ ഫെഡിന്റെ അതായത് മെയിൻ ഓബ്ജക്ട് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഹോൾസെയിൽ സ്റ്റോർസ് ഉണ്ടല്ലോ, ത്രിതല സമ്പ്രദായത്തിലുള്ളതിന്റെ അപ്പക് സ്ഥാപനമാണ് കൺസ്യൂമർ ഫെഡ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ത്രിതലത്തിൽ നടുക്കുള്ള ഭാഗം ഉണ്ടല്ലോ, അതായത് ബോട്ടം അല്ല, ഇതെല്ലാം മിഡിൽ ആയിട്ടുള്ള ഹോൾസെയിൽ സ്റ്റോർസ്. ആ ഹോൾസെയിൽ സ്റ്റോർസിന്റെ വർക്കിംഗ് ഒക്കെ അതിനെ കോർഡിനേറ്റ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, അതിന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രൊമോഷനുകൾ കൊടുക്കുക, ഡെവലപ്മെന്റ് ആക്ടിവിറ്റികൾ ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ് ഒരു അപ്പക് സ്ഥാപനം എന്ന നിലയ്ക്ക് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ചെയ്യുന്നത്. The main object is to coordinate and facilitate the working of wholesale stores and assist promotion and development of consumer cooperatives in the state. The main object to coordinate and facilitate the working of wholesale stores and assist promotion and development of consumer cooperatives in the state. Where is the headquarters of Consumer Fed? Consumer Fedന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊച്ചിയിലാണ്, എറണാകുളത്താണ്. Where is the headquarters of Consumer Fed? കൺസ്യൂമർ ഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എറണാകുളമാണ്. കൺസ്യൂമർ ഫെഡ് എവിടെയാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്? എറണാകുളം. മാർക്കറ്റ് ഫെഡ് അത് എറണാകുളമാണ്. കൺസ്യൂമർ ഫെഡ് എവിടെയാണ്? എറണാകുളത്താണ്. Where is the headquarters of Consumer Fed? കൊച്ചി. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് KCCF എക്സ്റ്റെൻഡ് ടു ദി എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള. അതായത് KCCF എന്ന് പറഞ്ഞ അപ്പക് സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് എൻറ്റയർ സ്റ്റേറ്റ്, കേരള സംസ്ഥാനം മുഴുവനാണ് ഇതിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ A ക്ലാസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഇതുണ്ടല്ലോ, ജില്ലാ മൊത്ത വ്യാപാര സംഘങ്ങളുണ്ടല്ലോ, ഹോൾസെയിൽ സ്റ്റോർസ്, ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസിനാണ് A ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അതാണ് അതിന്റെ A ക്ലാസ് മെമ്പർ, വോട്ടിംഗ് ആയിട്ടുള്ള A ക്ലാസ് മെമ്പർ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് ആണ്. അതുപോലെ B ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഗവൺമെന്റിന്. B ക്ലാസ് മെമ്പർഷിപ്പ് ആർക്കാണ് കൊടുക്കുന്നത്? ഗവൺമെന്റിന് കൊടുക്കും. അതുപോലെ തന്നെ പ്രാഥമിക ഉപഭോക്തൃ സഹകരണ സംഘം, വെച്ചാൽ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ്. പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസിന് നാമമാത്ര അംഗത്വം നൽകുന്നു. നാമമാത്ര അംഗത്വം ആർക്ക് നൽകുന്നു? പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസിന് നാമമാത്ര അംഗത്വവും നൽകുന്നു. അപ്പൊ എന്താണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്? ഹോൾ ഓഫ് കേരളയാണ്. അതുപോലെ തന്നെ A ക്ലാസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഹോൾസെയിൽ സ്റ്റോർസ് ആണ്. The central administrative office is situated at ഗാന്ധിനഗർ, എറണാകുളം. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളത്ത് ഗാന്ധിനഗറിലാണ്. The central administrative office is situated at ഗാന്ധിനഗർ, എറണാകുളം. നമ്പർ ഓഫ് മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ഇൻ കൺസ്യൂമർ ഫെഡ് ഈസ് 18 മെമ്പേഴ്സ്. എത്ര മെമ്പർമാരുണ്ട്? 18 അംഗ മെമ്പർമാരാണ് കൺസ്യൂമർ ഫെഡിന്റെ മാനേജിംഗ് കമ്മിറ്റിയിലുള്ളത്. 18 അംഗ മെമ്പർമാരാണ് കൺസ്യൂമർ ഫെഡിന്റെ മാനേജിംഗ് കമ്മിറ്റിയിലുള്ളത്. അതായത് 14 ജില്ലാ ഹോൾസെയിൽ സ്റ്റോർസുകളിൽ നിന്ന് ഓരോ പ്രതിനിധികൾ വെച്ചിട്ട് 14 ആള്. റെപ്രസെന്റേറ്റീവ് ഓഫ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ 14, അവരാണ് ഇലക്ഷനൊക്കെ ആയിട്ട് വോട്ടൊക്കെ ചെയ്ത് ജയിച്ചു വരുന്ന 14 ആള്. ഗവൺമെന്റിന്റെ നോമിനീസ് ആയിട്ട് 3 ആള്. പിന്നെ കൺസ്യൂമർ ഫെഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ഒരാള്. അങ്ങനെ 18 അംഗ മെമ്പർമാരാണ് മാനേജിംഗ് കമ്മിറ്റിയിലുള്ളത്. കൺസ്യൂമർ ഫെഡിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ 18 അംഗങ്ങളാണുള്ളത്. 14 ആള് ഓരോ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകളിൽ നിന്നും, ഓരോ ജില്ലകളിലെ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൽ നിന്നും വരുന്ന 14 മെമ്പർമാരും, ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത 3 ആളും, മാനേജിംഗ് ഡയറക്ടർ ഒരാൾ, അങ്ങനെ 18 ആള്. ഗവൺമെന്റ് നോമിനീസ് ഇൻ മാനേജിംഗ് കമ്മിറ്റി ഓഫ് കൺസ്യൂമർ ഫെഡ് ഇസ് 3. Government nominees in Managing Committee of Consumer Fed is 3. The major portion of share capital of Consumer Fed was contributed by government. The major portion of share capital of Consumer Fed was contributed by government. Government Consumer Fed ന്റെ major share portion contribute ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. The major portion of share capital of Consumer Fed was contributed by government. How many percentage of the paid up share capital is contributed by the state government? എത്രയാണ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 99% ഗവൺമെന്റ് ആണ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. How many percentage of paid up share capital is contributed by state government? 99%. How many members are in കൺസ്യൂമർ ഫെഡ്? കൺസ്യൂമർ ഫെഡിലെ എത്ര മെമ്പർമാരുണ്ട്? 26 മെമ്പർമാരാണ് കൺസ്യൂമർ ഫെഡിന് ഉള്ളത്. മാനേജിംഗ് കമ്മിറ്റി എല്ലാം മെമ്പർമാരാ. How many members are in managing committee of consumer fed? 18 അംഗങ്ങൾ എന്താണ് മാനേജിംഗ് കമ്മിറ്റിയിലും, 26 മെമ്പർമാരാണ് കൺസ്യൂമർ ഫെഡിൽ ആകെയുള്ളത്.
കൺസ്യൂമർ ഫെഡിന് 3 റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. അതായത് 14 ഹോൾസെയിൽ സ്റ്റോർസ് എന്ന് പറയുന്ന ആ മിഡിലുള്ളതല്ലാതെ കൺസ്യൂമർ ഫെഡിന് റീജിയണൽ ഓഫീസുകളുണ്ട്. അത് 3 ഉള്ളത്. 1 തിരുവനന്തപുരം, 2 കൊച്ചി, 3 കോഴിക്കോട്, 3 റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ കേട്ടാ. റീജിയണൽ ഓഫീസ് അല്ല, റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ 3 അത് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. 11 റീജിയണൽ ഓഫീസുകളുണ്ട്. എന്നാൽ 11 റീജിയണൽ ഓഫീസുകളും കൺസ്യൂമർ ഫെഡിനുണ്ട്. 3 റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. ഹൗ മെനി റീജിയണൽ ഓഫീസസ് ആർ ഇൻ കൺസ്യൂമർ ഫെഡ്? 11. ദ ബ്രാൻഡ് നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് കൺസ്യൂമർ ഫെഡ്. കൺസ്യൂമർ ഫെഡിന്റെ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ ത്രിവേണി. ത്രിവേണി നമുക്ക് എല്ലാവർക്കും സ്ഥിരപരിചിതമാണ്. നമ്മളെ ബുക്കുകളൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് അറിയുന്ന പേരാണ് ത്രിവേണി. ദ ബ്രാൻഡ് നെയിം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കൺസ്യൂമർ ഫെഡ് ത്രിവേണി. ത്രിവേണി എന്നാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ത്രിവേണിയാണ്. Triveni department store was started in the year 1975 for retail distribution of consumer articles at reasonable price. ത്രിവേണി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആരംഭിച്ചത് 1975 ത്രിവേണി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾ ആരംഭിച്ചത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ ആർട്ടിക്കിൾസ്, ഉപഭോക്തൃക്കൾക്ക് ആവശ്യമുള്ള എല്ലാവിധ കാര്യങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ റീസണബിൾ റേറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ കൺസ്യൂമർ ഫെഡ് ആരംഭിച്ചു. അതാണ് ത്രിവേണി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. Triveni department store was started in the year 1975 for retail distribution of consumer articles at a reasonable price. Triveni department store was started in the year 1975 for retail distribution of consumer articles at a reasonable price. Triveni department store are mainly engaged in wholesale business of food and grocery, cosmetics, household and electrical appliances, textile, etc. Triveni department store are mainly engaged in wholesale business of food and grocery, cosmetics, household and electrical appliances, textiles, etc. എല്ലാ വിധത്തിലുള്ള മേഖലകളിലേക്കും എന്താണ് ത്രിവേണി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഇറങ്ങി ചെന്നിട്ടുണ്ട്. എന്തിലേക്കാണ് എൻഗേജഡ്? ഫുഡിലുണ്ട്, ഗ്രോസറി ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്, ഹൗസ് ഹോൾഡ്, ഇലക്ട്രിക്കൽ, ടെക്സ്റ്റൈൽ. അതായത് ഒരു വീടിന് ആവശ്യമായ, ഒരു വ്യക്തിക്ക് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട് ഇതെല്ലാത്തിലേക്കും എല്ലാ കാര്യങ്ങളും ത്രിവേണി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ലഭ്യമാണ്. ത്രിവേണി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആർ മെയിൻലി എൻഗേജ്ഡ് ഇൻ ഹോൾസെയിൽ ബിസിനസ് ഓഫ് ഫുഡ് ആൻഡ് ഗ്രോസറി, കോസ്മെറ്റിക്സ്, ഹൗസ് ഹോൾഡ് ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, ടെക്സ്റ്റൈൽ, എക്സെട്ര. അറ്റ് പ്രസന്റ് there are 230 to 230 ത്രിവേണി സ്റ്റോർസ് ഇൻ കേരള. അറ്റ് പ്രസന്റ് ഇപ്പോൾ എത്രയാണ്? 232 ത്രിവേണി സ്റ്റോർസ് കേരളത്തിലുണ്ട്. അറ്റ് പ്രസന്റ് there are 232 ത്രിവേണി സ്റ്റോർസ് ഇൻ കേരള. There are 142 mobile Triveni units, Triveni superstores, Triveni coffee house, Triveni noon meal scheme and little Triveni superstar. എന്തൊക്കെയാണ്? 142 ത്രിവേണി യൂണിറ്റ്സ് ഉണ്ട്. മൊബൈൽ യൂണിറ്റ്സ് വെച്ചാൽ മൊബൈൽ വിൽക്കുന്ന യൂണിറ്റ്സ് അല്ലേട്ടാ. നമുക്ക് പെട്ടെന്ന് ലഭ്യമാവുന്ന നമ്മളെ അടുത്തേക്ക് എത്തുന്ന വിധത്തിലുള്ള യൂണിറ്റ്സുകൾ. അതായത് നമ്മൾക്ക് എന്താണ് മൊബൈൽ യൂണിറ്റ്സ് ആയിട്ട് കിട്ടുന്ന നമ്മൾ അറിയില്ലേ, നമ്മളെ വീടിന്റെ മുന്നിലേക്ക് തന്നെ എത്തുന്ന രീതിയിലുള്ള അങ്ങനത്തെ ത്രിവേണി മൊബൈൽ യൂണിറ്റ്സ് 142 ഉണ്ട്. ത്രിവേണി സൂപ്പർ സ്റ്റോർസ് ഉണ്ട്, ത്രിവേണി കോഫി ഹൗസ് ഉണ്ട്, ത്രിവേണി നൂൺ മീൽ സ്കീം ഉണ്ട്, ലിറ്റിൽ ത്രിവേണി സൂപ്പർ സ്റ്റാർ ഉണ്ട്. The Kerala State Cooperative Consumer Federation was established Triveni Supermarket, Mega Marts, Mini Triveni Superstores with the main objective of saving the public from exploitation by retail and middlemen. അതായത് ഈ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളോ ത്രിവേണിയുടെ ഏത് സ്റ്റോറുകളായിക്കോട്ടെ KCCF എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീറ്റെയിൽ സ്റ്റോറുകളും അതുപോലെ മിഡിൽ മാനുകളും റീറ്റെയിൽ സ്റ്റോറുകളും അതുപോലെ തന്നെ ഇടത്തട്ടുകാരുണ്ടല്ലോ അവരിൽ നിന്നൊക്കെ അവരിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി മെഗാ മാർട്സ്, ത്രിവേണി സൂപ്പർ സ്റ്റോർസ് പോട്ടെ, സ്കീം എന്തായിക്കോട്ടെ, അങ്ങനെ എന്ത് തുടങ്ങിയത് ഈ റീറ്റെയിൽ സ്റ്റോർസിൽ നിന്നുള്ള അധിക വിലയിൽ നിന്ന് കുറച്ചും കൂടെ വില കുറച്ച് ജനങ്ങൾക്ക് കുറച്ചും കൂടെ ആശ്വാസകരമായ രീതിയിൽ ലഭ്യമാകുവാൻ വേണ്ടിയിട്ടാണ് KCCF ത്രിവേണി സ്റ്റോർസ് ആരംഭിച്ചിട്ടുള്ളത്.
Needhi scheme was started. Needhi scheme was started as per directions of Government of Kerala in 1997 is being successfully implemented through the 1,000 selected packs. Consumer Fed is not directly running Needhi stores. നീതി സ്റ്റോർ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നീതി സ്റ്റോറുകൾ നടത്തുന്ന ആരാണ്? പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുന്നിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റ് കാണും. അതാണ് നീതി സ്റ്റോർ. ആ നീതി സ്റ്റോർ ശരിക്കും കൺസ്യൂമർ ഫെഡിന്റെയാണ് നീതി സ്റ്റോർ. ആ നീതി സ്റ്റോർ നടത്തുന്നത് പാക്സ് ത്രൂ ആണ്. അപ്പൊ കൺസ്യൂമർ ഫെഡ് ഡയറക്ട്ലി അല്ല നീതി സ്റ്റോറുകൾ നടത്തുന്നത്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾ മുഖാന്തരമാണ് നടത്തുന്നത്. അങ്ങനെ 1000 സെലക്ടഡ് ആയിട്ടുള്ള സൊസൈറ്റികൾ മുഖേനയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. നീതി സ്കീം വാസ് സ്റ്റാർട്ടഡ് ആസ് പെർ ഡയറക്ഷൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ഇൻ 1997. 1997 വർഷമൊക്കെ ശ്രദ്ധിക്കുക. 1997 is being successfully implemented through 1,000 selected packs. ഇപ്പൊ അതിൽ കൂടുതലുണ്ട്. തുടങ്ങിയതാണ് 1000 പാക്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നീതി സ്റ്റോർ 1997 ആരംഭിച്ചു. കൺസ്യൂമർ ഫെഡ് നേരിട്ടല്ല നടത്തുന്നത്, നീതി സ്റ്റോർ നടത്തുന്നത് പാക്സ് മുഖേനയാണ്. നീതി സ്റ്റോർ സ്റ്റാർട്ടഡ് ആസ് ഓപ്പൺ ഡയറക്ഷൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ഇൻ 1997. 1997 ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് നീതി സ്റ്റോറുകൾ ആരംഭിച്ചത്. നീതി സ്റ്റോർ സ്റ്റാർട്ടഡ് as open directions of Government of Kerala in 1997. Needhi stores are not directly run by Consumer Fed, it is run by PACS. നോട്ട്ബുക്ക് ബ്രാൻഡ് നെയിം ത്രിവേണി. അതായത് ഇതിന്റെ നോട്ട്ബുക്ക് ഉണ്ട്, അതിന്റെ ബ്രാൻഡ് നെയിം എന്താ വെച്ചാൽ ത്രിവേണി എന്നാണ് ബ്രാൻഡ് നെയിം. നോട്ട്ബുക്കിന്റെ ബ്രാൻഡ് നെയിം എന്താണ്? ത്രിവേണി. ദ കൺസ്യൂമർ ഫെഡ് ഹാസ് started the manufacture and sale of notebooks under its direct supervision and control with the assistance of NCDC. അതായത് കൺസ്യൂമർ ഫെഡ് ഒരു മാനുഫാക്ചർ നോട്ട്ബുക്കുകളെ മാനുഫാക്ചർ ചെയ്യാൻ ഉണ്ടാക്കുന്നതിനുള്ള യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്, സെയിൽ ചെയ്യുന്നതിനും. അപ്പൊ ഇതിന്റെ സൂപ്പർവിഷനും കൺട്രോളൊക്കെ ചെയ്യുന്നത്, ഇതിന്റെ അസിസ്റ്റൻസുകളൊക്കെ നൽകുന്നതിന് NCDC ഡയറക്റ്റ് ആയിട്ട് സൂപ്പർവിഷൻ നടത്തുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്, അസിസ്റ്റൻസുകളൊക്കെ നടത്തുന്നൊക്കെയുണ്ട്. അപ്പൊ നോട്ട്ബുക്ക്, ആ നോട്ട്ബുക്കിന്റെ പേരാണ് ത്രിവേണി. ത്രിവേണി നോട്ട്ബുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ആ ത്രിവേണി നോട്ട്ബുക്കിന്റെ മാനുഫാക്ചർ യൂണിറ്റും അതുപോലെ അതിന്റെ ബുക്കുകളൊക്കെ സെയിൽ ചെയ്യുന്നതിന്റെ അസിസ്റ്റൻസുകളൊക്കെ NCDCയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. NCDC അതിന്റെ സൂപ്പർവിഷനും കൺട്രോളൊക്കെ നടത്തുന്നുമുണ്ട്. The Consumer Fed has started the manufacture and sale of notebooks under its direct supervision and control with the assistance of NCDC. Consumer Fed started the manufacture and sale of notebooks in the brand name of Triveni, engaging the skilled workers of Kunnangulam. കുന്നംകുളം എന്ന തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് ഇതിന്റെ നോട്ട്ബുക്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് ഉള്ളത്. അവിടെ കുറെ ജോലിക്കാരൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള എൻഗേജ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അവർക്ക് സ്കിൽഡ് വർക്കേഴ്സ്, ഇത് കാരണം ഒരു ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒന്നും അറിയാതെ നമുക്ക് കുറച്ച് എന്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ബുക്ക് ഇതാക്കി അത് ബൈൻഡ് ചെയ്ത് അത് കുറെ പണികളുണ്ട്. കവർ പ്രിന്റ് ചെയ്യണം, പിന്നെ ബൈൻഡ് ചെയ്യണം, തുന്നിക്കെട്ടണം, ഇത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ അതിനൊക്കെ അറിയാവുന്ന സ്കിൽഡ് വർക്കേഴ്സ് അവിടെയുണ്ട്. അതെവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്താണ്. Started the manufacture and sale of notebooks in the brand name of Triveni, engaging the skilled workers of Kunnangulam. Consumer Fed started the manufacture and sale of notebooks in the brand name of Triveni, engaging the skilled workers of Kunnangulam. കുന്നംകുളം ഞാൻ പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. The Consumer Fed constructs a godown at Kunnangulam for the storage and distribution of Triveni books. കൺസ്യൂമർ ഫെഡ് എന്താണ്, ഒരു ഗോഡൌൺ ഉണ്ടാക്കിയിട്ടുണ്ട് കുന്നംകുളത്ത്. എന്തിനാണ്? ഈ ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും അതുപോലെ സ്റ്റോർ ചെയ്യുന്നതിനും. കൺസ്യൂമർ ഫെഡ് ബുക്സ് സ്റ്റോർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു ഗോഡൌൺ നിർമ്മിച്ചിട്ടുണ്ട്. അത് കുന്നംകുളത്താണ്. കൺസ്യൂമർ ഫെഡ് സ്റ്റാർട്ടഡ് നീതി മെഡിക്കൽ സ്റ്റോർ. നീതി സ്റ്റോർസ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇനി നീതി മെഡിക്കൽ സ്റ്റോർസ്. കൺസ്യൂമർ ഫെഡ് സ്റ്റാർട്ടഡ് ദി നീതി മെഡിക്കൽ സ്റ്റോർസ് വിത്ത് അസിസ്റ്റൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ഫ്രം 1st November 1998. 1998 നവംബർ 1-ാം തീയതിയാണ് കൺസ്യൂമർ ഫെഡ് നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചത്. അത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ അസിസ്റ്റൻസോട് കൂടിയാണ്. Under this scheme, medicines are made available to the consumers at price less by 18 to 70% of the MRP. MRP-നേക്കാളും 18 മുതൽ 70% വരെ ഡിസ്കൗണ്ടിലാണ് ഇവിടെ മരുന്നുകൾ കൊടുക്കുന്നത്. കൺസ്യൂമർ ഫെഡ് സ്റ്റാർട്ടഡ് ദി നീതി മെഡിക്കൽ സ്റ്റോർസ് വിത്ത് അസിസ്റ്റൻസ് ഓഫ് Government of Kerala from 1 to 11 1998. Under this scheme, medicines are made available to the consumer at a price less by 18 to 70% of MRP. അപ്പൊ കൺസ്യൂമർ ഫെഡ് എന്താണ്, ഒരു നീതി മെഡിക്കൽ സ്റ്റോർസ് ആരംഭിച്ചത് 1998. അത് ഡേറ്റും കൂടെ ഓർത്ത് വയ്ക്കാൻ. 1998
നവംബർ 1-നാണ്. അതിലെന്താണ് ഗവൺമെന്റിന്റെ അസിസ്റ്റൻസോട് കൂടിയാണ് അത് ആരംഭിച്ചിട്ടുള്ളത്. 18 മുതൽ 70% വരെ MRPയിൽ നിന്ന് ഡിസ്കൗണ്ടോട് കൂടിയാണ് ഈ മെഡിസിൻസ് കൊടുക്കുന്നത്. The year in which Needi Medical Store was set up, 1st November 1998. The year in which Needi Medical Store was set up, 1st November 1998. Government granted interest-free loan to Needi Store to ₹5,000. ഗവൺമെന്റ് നീതി സ്റ്റോറുകൾക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആയിട്ട് 5000 രൂപ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് ഗ്രാൻഡഡ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ടു നീതി സ്റ്റോർസ് ടു 5000. 5000 രൂപ ഗവൺമെന്റ് നീതി സ്റ്റോറുകൾക്ക് പലിശരഹിത ലോണുകളായിട്ട് പലിശരഹിത വായ്പകളായിട്ട് നൽകുന്നുണ്ട്. ദ ഇയർ ഇൻ വിച്ച് ഇന്റഗ്രേറ്റഡ് റൂറൽ കൺസ്യൂമർ ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ടഡ്. ഏത് വർഷമാണ് ഇന്റഗ്രേറ്റഡ് റൂറൽ കൺസ്യൂമർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത്? 1997. The year in which integrated rural consumer development program started, 1997. The year in which integrated rural consumer development program started. ഏത് വർഷമാണ് ഇന്റഗ്രേറ്റഡ് റൂറൽ കൺസ്യൂമർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത്? 1997. ത്രിവേണി ഹറി കറി പൗഡർ യൂണിറ്റ് ഈസ് അറ്റ് തിരുവനന്തപുരം. ത്രിവേണി ഹറി കറി പൗഡർ, അതിന്റെ പേര് ശ്രദ്ധിക്കുക, ഹറി കറി പൗഡർ കേട്ടോ. ത്രിവേണി ഹറി കറി പൗഡർ യൂണിറ്റ് ഈസ് അറ്റ് തിരുവനന്തപുരം. ത്രിവേണി ഹറി കറി പൗഡർ യൂണിറ്റ് തിരുവനന്തപുരത്ത്. കൺസ്യൂമർ ഫെഡ് ഹാസ് കമൻസ്ഡ് കമ്പ്യൂട്ടർ സ്റ്റേഷനറി യൂണിറ്റ് അറ്റ് കുന്നംകുളം 2005. 2005 കൺസ്യൂമർ ഫെഡ് എന്ന് കുന്നംകുളത്ത് 2005 കമ്പ്യൂട്ടർ സ്റ്റേഷനറി യൂണിറ്റ് ആരംഭിച്ചു. കമ്പ്യൂട്ടർ സ്റ്റേഷനറി യൂണിറ്റ് എവിടെയാണ് ആരംഭിച്ചത്? കുന്നംകുളത്താണ്. എന്നാണ് 2005 കുന്നംകുളത്ത് കൺസ്യൂമർ ഫെഡ് ഒരു കമ്പ്യൂട്ടർ സ്റ്റേഷനറി യൂണിറ്റ് ആരംഭിച്ചു. അപ്പൊ ഇതാണ് കൺസ്യൂമർ ഫെഡ്. എവിടെയാണ് അതിന്റെ കമ്പ്യൂട്ടർ സ്റ്റേഷനറി യൂണിറ്റ്? കുന്നംകുളത്താണ്. ഏത് വർഷമാണ് ആരംഭിച്ചത്? 2005. നന്മ സ്റ്റോർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പുവർ കാറ്റഗറി ഇൻ ദ സൊസൈറ്റി. നന്മ സ്റ്റോർ എന്തിനാ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സൊസൈറ്റിയിലെ പുവർ കാറ്റഗറിയിലുള്ള ആളുകൾക്കുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നന്മ സ്റ്റോർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നന്മ സ്റ്റോർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പുവർ കാറ്റഗറി ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നന്മ സ്റ്റോറുകൾ ആരംഭിച്ചത്. ആസ് പെർ ദ സ്കീം, ആട്ട, റവ, മൈദ ആർ ഗിവൺ അറ്റ് subsidized rate through the network of 2300 retail outlets. ഈ സ്കീം പ്രകാരം ആട്ട, റവ, മൈദ ഒക്കെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സിഡി റേറ്റില് 2300 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ മുഖേന കൊടുക്കുന്നുണ്ട്. ആസ് പെർ ദ സ്കീം, ആട്ട, റവ, മൈദ ആർ ഗിവൺ അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ് ത്രൂ ദ നെറ്റ്വർക്ക് ഓഫ് 2300 റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്. Consumer Fed started Sunidhi Gas in 2007. Consumer Fed started Sunidhi Gas in 2007. Consumer Fed Sunidhi Gas 2007 ആരംഭിച്ചു. Consumer Fed started Sunidhi Gas in 2007. Consumer Fed Sunidhi Gas 2007 ആരംഭിച്ചു. Needi Gas scheme has been introduced by Consumer Fed jointly with the Government of Kerala ഡ്യൂറിംഗ് ദ ഇയർ 1998 അറ്റ് പാലക്കാട്. 1998 പാലക്കാട് വെച്ചിട്ടാണ്. പാലക്കാടാണ് സുനീതി ഗ്യാസിന്റെ നീതി ഗ്യാസ് സ്കീം ഉണ്ടല്ലോ, അത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഗവൺമെന്റ് ഓഫ് കേരളയുമായിട്ട് ചേർന്ന് കൺസ്യൂമർ ഫെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1998 പാലക്കാട് വെച്ചിട്ടാണ്. Needi Gas, the store has been issuing high quality LPG to the consumer. Needi Gas എന്താണ്? അത് ഹൈ ക്വാളിറ്റി LPG കൺസ്യൂമർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റോർ ആയിരുന്നു നീതി ഗ്യാസ് എന്ന് പറയുന്നത്. 1998 പാലക്കാടാണ് ആരംഭിച്ചത്. അപ്പൊ അതൊക്കെ വെറുതെ ആയിട്ട് മിക്കവാറും സംഘങ്ങളിലൊക്കെ വെറുതെ സിലിണ്ടറുകൾ ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. നല്ലതിലൊന്നും മുഴുവനായിട്ട് പോണില്ല ഇതൊന്നും. Priya Umbrella is the product of Consumer Fed. Priya Umbrella is the product of Consumer Fed. Consumer Fedന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് Priya Umbrella എന്ന് പറയുന്നത്. Priya Umbrella is the product of Consumer Fed. Retail Management Institute of Consumer Fed is in Idukki. Retail Management Institute of Consumer Fed is in Idukki. അതായത് കൺസ്യൂമർ ഫെഡിന്റെ ഒരു റീറ്റെയിൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതെവിടെയാന്ന് വെച്ചാൽ ഇടുക്കിയിലാണ് കൺസ്യൂമർ ഫെഡിന്റെ റീറ്റെയിൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ദ ഫാർമസി കോളേജ് ഓഫ് കൺസ്യൂമർ ഫെഡ് ഈസ് ഇൻ തൃശൂർ. കൺസ്യൂമർ ഫെഡിന്റെ ഫാർമസി കോളേജ് ഉണ്ട്, അതെവിടെയാണ്? തൃശ്ശൂരാണ്. ദ ഫാർമസി കോളേജ് ഓഫ് കൺസ്യൂമർ ഫെഡ് ഈസ് ഇൻ തൃശൂർ. ദ ഫാർമസി കോളേജ് ഓഫ് കൺസ്യൂമർ ഫെഡ് ഈസ് ഇൻ തൃശൂർ. ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസിംഗ് ഈസ് ഇൻ തൃശൂർ, വടക്കാഞ്ചേരി. അതായത് ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് അത് വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയിലാണ്.
വടക്കാഞ്ചേരി ഉള്ളത്. വടക്കാഞ്ചേരിയിലാണ് ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ഉള്ളത്. ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസിംഗ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വടക്കാഞ്ചേരിയിലാണ്. വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ കുന്നംകുളം, വടക്കാഞ്ചേരി, എന്താ പറയാ, തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ട്രീറ്റഡ് ആസ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ട്രീറ്റഡ് ആസ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എന്തായിട്ടാണ്? കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. കൺസ്യൂമർ ഫെഡ് സ്റ്റാർട്ടഡ് ഫോറിൻ ലിക്വർ ബിസിനസ് ഡ്യൂറിംഗ് ദ ഇയർ 2001 ആൻഡ് 2002. അതായത് നല്ല ലാഭമുള്ള ഒരു ബിസിനസ്സിലേക്കും കൂടെ കൺസ്യൂമർ ഫെഡ് കടന്നു വന്നു. അതാണ് ഫോറിൻ ലിക്വർ ബിസിനസ്. ആ ഫോറിൻ ലിക്വർ ബിസിനസ് 2001, 2002 കാലയളവ് തുടങ്ങിയാണ് കടന്നു ചെന്നത്. ഇപ്പൊ അവര് സൂപ്പർ മാർക്കറ്റുകളാണ് ഫോറിൻ ലിക്കറിന്റെ ഉള്ളത്. നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളാണ് കൺസ്യൂമർ ഫെഡിന് ഫോറിൻ ലിക്കറിൻ്റെതായിട്ടുള്ളത്. കൺസ്യൂമർ ഫെഡ് സ്റ്റാർട്ടഡ് ഫോറിൻ ലിക്കർ ബിസിനസ് ഡ്യൂറിംഗ് ദ ഇയർ 2001, 2002. Now Consumer Fed has 40 foreign liquor shops and 3 beer parlors at തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. എന്താണ്? 3 ബിയർ പാർലറുകൾ അടക്കമുണ്ട്. 3 ബിയർ പാർലർ ഉണ്ട് തിരുവനന്തപുരത്ത്, എറണാകുളത്ത്, കോഴിക്കോട് കൺസ്യൂമർ ഫെഡിന് സ്വന്തമായിട്ട്. അതുപോലെ 40 ഫോറിൻ ലിക്കർ ഷോപ്പുകളുണ്ട്. 40 ഫോറിൻ ലിക്കർ ഷോപ്പുകളുമുണ്ട്. Now Consumer Fed has 40 foreign liquor shops and 3 beer parlors at തിരുവനന്തപുരം, എറണാകുളം and കോഴിക്കോട്. The grassroots level consumer stores are the primary consumer store. ഇതിന്റെ ഗ്രാസ് റൂട്ട് ലെവൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി കൺസ്യൂമർ സ്റ്റോഴ്സ് ആണ്. എന്താണ് ഗ്രാസ് റൂട്ട് ലെവൽ കൺസ്യൂമർ സ്റ്റോഴ്സും പ്രൈമറി കൺസ്യൂമർ സ്റ്റോഴ്സ് ആണ്. നമ്മൾ പറഞ്ഞ എന്താ പറയുക, താഴത്തെ തട്ടിൽ പ്രൈമറി സ്റ്റോഴ്സ്. കൺസ്യൂമർ ഫെഡ് സെറ്റപ്പ് മെഡിക്കൽ ലബോറട്ടറി നോൺ ആസ് സുർഷ ഹൈടെക് ക്ലിനിക്കൽ ലബോറട്ടറി. കൺസ്യൂമർ ഫെഡിന്റെ ഒരു മെഡിക്കൽ ലബോറട്ടറി ഉണ്ട്, അതിന്റെ പേര് സുർഷ ഹൈടെക് ക്ലിനിക്കൽ ലബോറട്ടറി. കൺസ്യൂമർ ഫെഡ് സെറ്റപ്പ് മെഡിക്കൽ ലബോറട്ടറി നോൺ ആസ് സുർഷ ഹൈടെക് clinical laboratory. Sursha High-Tech Clinical Laboratory. Consumer Fed set up medical laboratory known as Sursha High-Tech Clinical Laboratory. In district wholesale store, stocks are divided into two. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകളില് നമുക്കറിയാം, ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രിതല സമ്പ്രദായത്തിൽ മിഡിലായിട്ടുള്ളതാണ്. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൽ സ്റ്റോക്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 സ്റ്റോക്കുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. 1 is മെയിൻ സ്റ്റോക്ക്, ഒന്ന് മെയിൻ സ്റ്റോക്ക്, ആൻഡ് അതർ 1 is റീറ്റെയിൽ സ്റ്റോക്ക്. അടുത്തെന്താണ്? റീറ്റെയിൽ സ്റ്റോക്ക്. അപ്പൊ എന്താണ്? ഇൻ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് ആർ ഡിവൈഡഡ് into 1 is മെയിൻ സ്റ്റോക്ക് ആൻഡ് അതർ 1 is റീറ്റെയിൽ സ്റ്റോക്ക്. അപ്പൊ എന്താണ്? 2 സ്റ്റോക്കുകളാണല്ലോ, ഒന്ന് റീറ്റെയിൽ സ്റ്റോക്കും ഒന്ന് മെയിൻ സ്റ്റോക്കും. മെയിൻ സ്റ്റോക്സ് ഹാൻഡിൽഡ് ബൈ രണ്ട് വർഷം എഴുതി പോയതാണ്. മെയിൻ സ്റ്റോക്ക് ഹാൻഡിൽഡ് ബൈ സെക്രട്ടറി ആൻഡ് അതർ ഹാൻഡിൽഡ് ബൈ സെയിൽസ്മാൻ. അതായത് മെയിൻ സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? സെക്രട്ടറി. അതിന്റെ കോർപ്പറേറ്റ് സ്റ്റോറിന്റെ സെക്രട്ടറി ആണ് മെയിൻ സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ റീറ്റെയിൽ സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യുന്നത് സെയിൽസ്മാൻ ആണ്. റീറ്റെയിൽ സ്റ്റോക്ക് സെയിൽസ്മാൻ ആണ്. ദിസ് സിസ്റ്റം ഈസ് കോൾഡ് ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം. ഇതിനെയാണ് ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, സ്റ്റോറിൽ എല്ലാ സ്റ്റോക്കുകളും കൂടെ ഒന്നിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് സ്റ്റോക്കുകൾ റീറ്റെയിൽ സെയിൽസ്മാന് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൊ ഈ മെയിൻ സ്റ്റോക്കിന്റെ ഫുൾ ചാർജ് സെക്രട്ടറിക്ക് ആയിരിക്കും. സെക്രട്ടറി ഇത് ഇത്ര സ്റ്റോക്കുകൾ റീറ്റെയിൽ സെയിൽസ്മാന് എഴുതി കൊടുക്കണം. ഇപ്പൊ ഒരു ബണ്ടില് ബുക്ക്, ഒരു ഇത്ര ചാക്കരി, ഇത്ര ഇത്, അങ്ങനെ ഓരോ എണ്ണം എഴുതി അത് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുക. രജിസ്റ്ററിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച് അതിന്റെ പിന്നെ ഉത്തരവാദിത്തം റീറ്റെയിൽ സ്റ്റോക്കിന്റെ പിന്നെ ഉത്തരവാദിത്തം സെയിൽസ്മാനായി മാറി. അപ്പൊ എന്താണ്? ഇൻ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോക്സ് ആർ ഡിവൈഡഡ് ഇൻടു ടു. 1 is മെയിൻ സ്റ്റോക്ക് ആൻഡ് അതർ 1 is റീറ്റെയിൽ സ്റ്റോക്ക്. Main stock handled by secretary and other handled by salesman. This system is called double compartment system. Double compartment system is also called value control system. Double compartment system പറയുന്ന വേറെ പേര് എന്താണ്? Value control system. Double compartmental system is also called value control system. Double compartmental system related to district wholesale store. Double compartmental system related to district wholesale store. Main stock will be in the charge of manager, storekeeper and secretary. Main stock ആരുടെ ചാർജിലായിരിക്കും? മാനേജർ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ സെക്രട്ടറി. Main stock will be in the charge of manager, storekeeper or secretary.
ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ സ്പീഡിൽ പോയത്. അത് അതിന്റെ വേറെ പേരാണ് വാല്യൂ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകളാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ആരുമായിട്ട് ബന്ധപ്പെട്ട പേരാണെന്ന് ചോദിച്ചാൽ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ഒന്നും ഇല്ലാതെ കൺസ്യൂമർ സ്റ്റോഴ്സ്, കൺസ്യൂമർ മാർക്കറ്റിംഗ്, ഹൗസിംഗ്, ക്രെഡിറ്റ് അങ്ങനെയൊക്കെയാണ് ഒരു ആൻസർ കീഴിൽ വരുന്നതെങ്കിൽ അപ്പൊ നമ്മൾ കൺസ്യൂമർ ആയിട്ട് എടുക്കാം. അതല്ലാത്തതിലാണെങ്കിൽ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ആണ്. നമ്മൾ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, നമ്മൾ വായിച്ചു നോക്കി മനസ്സിലാക്കി തന്നെ എഴുതണം. കാണാപ്പാടും നമ്മുടെ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ഇങ്ങനെ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാല് എന്താണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ, നമ്മളുടെ ആൻസർ അതാണെന്ന് മാത്രമേ എഴുതുള്ളൂ. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ എന്ന് പറയുന്നത് കേരളത്തിലെ, ഇപ്പൊ നമുക്ക് പറയുമ്പോൾ സംസ്ഥാന തലങ്ങളിലുള്ള കൺസ്യൂമർ ഫെഡറേഷന്റെ അവിടെ ത്രിതല സമ്പ്രദായത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ മിഡിലായിട്ട് ഉള്ളതാണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ. അപ്പെക്സ് കൺസ്യൂമർ ഫെഡ്, മിഡിലെ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ, താഴെ തട്ടിലെ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ്. മെയിൻ stock will be in charge of manager. Main stock will be in charge of manager. Who will be the in charge of retail stock? Retail stock in charge ആരുടെ കയ്യിലാണ്? Retail stock sales manager അല്ലെങ്കിൽ depot manager. Who will be the in charge of retail stock? Retail stock in charge depot manager അല്ലെങ്കിൽ sales manager. Sales manager അല്ലെങ്കിൽ depot manager ആയിരിക്കും retail stock ന്റെ in charge എന്ന് പറയുന്നത്. Who will be the in charge of retail stock? Depot manager or sales manager. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ സെൻട്രൽ ലെവലിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 1 റവന്യൂ ഡിസ്ട്രിക്ട്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 1 റവന്യൂ ഡിസ്ട്രിക്ട്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവലിലാണ്, അതുകൊണ്ട് തന്നെ ഒരു റവന്യൂ ഡിസ്ട്രിക്ട് ആണ് അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ഗെറ്റ് ക്യാഷ് ക്രെഡിറ്റ് ഫ്രം DCB. ഇപ്പൊ DCB ഇല്ല, അപ്പൊ നമുക്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ ആശ്രയിക്കും. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിന് ക്യാഷ് ക്രെഡിറ്റ് കിട്ടുന്നത് DCBയിൽ നിന്നായിരുന്നു. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിന് ക്യാഷ് ക്രെഡിറ്റ് എവിടെ നിന്നായിരുന്നു? DCBയിൽ നിന്നായിരുന്നു. റൈറ്റ് സ്റ്റോക്ക് അറ്റ് ദ റൈറ്റ് ടൈം ഈസ് കോൾഡ് ഇൻവെന്ററി കൺട്രോൾ. റൈറ്റ് സ്റ്റോക്ക് അറ്റ് റൈറ്റ് ടൈം, റൈറ്റ് സ്റ്റോക്ക് അറ്റ് റൈറ്റ് ടൈം എന്ന് പറയുന്നത് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ ആണ് അത് ശരിക്കും മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉള്ളതാണ്. അതൊരു കോസ്റ്റിംഗ് ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട് ഇൻവെന്ററി കൺട്രോൾ. പക്ഷെ നമ്മളുടെ സിലബസ് പ്രകാരം അതില്ല. Right stock at the right time is called inventory control. Right stock at the right time is called inventory control. Consumer societies are also called distributive societies. Consumer societies വേറെ പറയുന്ന പേരാണ് distributive societies. Consumer societies are also called distributive societies. First consumer store in India 1905 മദ്രാസ്. 1905 മദ്രാസിലാണ് ആദ്യത്തെ കൺസ്യൂമർ സ്റ്റോർ വന്നത്. ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. It was registered under 1904 Act. This society is still popular in the name of Triplicane Urban Cooperative Society. 1904 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താണ് ഈ സൊസൈറ്റി അറിയപ്പെടുന്നത് ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മദ്രാസിലാണ്. The bottom level organization of the 3 tiers consumer cooperative structure in the state of Kerala is primary cooperative consumer store. The bottom level, താഴെ തട്ടിലുള്ള ലെവൽ അല്ലേ, the bottom level organization of 3-tier consumer cooperative structure in the state of Kerala is primary cooperative consumer store. The bottom level organization of the 3-tier consumer cooperative structure in Kerala, Kerala ഏതാണ്? Primary cooperative consumer store. The aim of primary cooperative consumer store is to produce goods from the production centers or from district wholesale consumer stores and supplies to members. എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്കുണ്ടല്ലോ, മെമ്പർമാർക്കുണ്ടല്ലോ, നല്ല റീസണബിൾ റേറ്റില് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെന്ററാണ് പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ എന്ന് പറയുന്നത്. അതെന്തൊക്കെ ചെയ്യുന്നുണ്ട്? സാധനങ്ങൾ സംഭരിക്കുകയും പ്രൊഡക്ഷനൊക്കെ ഉണ്ട്. അതായത് സംഭരിക്കുക എവിടെ നിന്നുള്ളത്? പ്രൊഡക്ഷൻ സെന്റർ ആരെയാണ്? ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോറുകളാണ് അത് പ്രൊഡക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ അവർ സംഭരിച്ചു വെച്ചതിൽ നിന്ന് ആവശ്യത്തിന് പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ അവിടെ നിന്ന് വാങ്ങിയിട്ട് അത് ആർക്ക് സപ്ലൈ ചെയ്യും? മെമ്പർമാർക്ക് സപ്ലൈ ചെയ്യും. അതെങ്ങനെ സപ്ലൈ ചെയ്യും? റീസണബിൾ റേറ്റിൽ സപ്ലൈ ചെയ്യും. അപ്പൊ എന്താണ്? ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകളിൽ നിന്ന് എന്ത് കൊണ്ടുവരും? അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അത് റീസണബിൾ റേറ്റില് മെമ്പർമാർക്ക് സപ്ലൈ ചെയ്യും. അതാണ് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറുകളൊന്നും ഹോൾസെയിലിനെ ആശ്രയിച്ചതല്ല എല്ലാവരും എടുക്കുന്നത്. ചിലതൊക്കെ മാർക്കറ്റുകളിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ട്.
But the aim of primary cooperative consumer store is to procure goods from the production centers or from district wholesale consumer store and supply it to the members. പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ പ്രൈമറി ലെവൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ, അത് പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ എന്ന് പറയുന്നത് പ്രൈമറി ലെവലാണ്. അതായത് നമുക്കറിയാം ത്രിതല സമ്പ്രദായത്തിലെ ഏറ്റവും ബോട്ടം ലെവലിലുള്ളതാണ് പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ. അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി ഓർ പഞ്ചായത്ത് or few wards in panchayat, 1 or 2 wards in a municipality. It is fixed as per the bylaw. എന്താണ് പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ എന്ന് പറയുന്നത് പ്രൈമറി ലെവലിലാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു മുനിസിപ്പാലിറ്റി ആവാം, ഒരു പഞ്ചായത്ത് ആവാം, ഒരു വാർഡിലെ ഒരു പഞ്ചായത്തിലെ കുറച്ച് വാർഡുകളാവാം, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലെ 1-2 വാർഡുകളാവാം. ഇതൊക്കെ എന്താണ് ബൈലോയിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ ഈ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് എവിടെയായിരിക്കും അത് ശ്രദ്ധിക്കുക. അത് ആക്ടിലോ റൂളിലല്ല, അത് ബൈലോയിലായിരിക്കും. ഏതൊരു ഇതിന്റെ ആയാലും ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിന്റെ ബൈലോയില് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെ വെക്കുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഏത് ക്വസ്റ്റ്യൻ വരുമ്പോഴും നമുക്ക് നമ്മളുടേതായ രീതിയിൽ എഴുതണമെങ്കിൽ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഫ്യൂ വാർഡ്സ് ഇൻ എ പഞ്ചായത്ത്, 1 or 2 വാർഡ്സ് ഇൻ എ മുനിസിപ്പാലിറ്റി. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ആസ് പെർ ബൈലോ. The main object is to provide consumer durable goods required by its members at reasonable rates. ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് കൺസ്യൂമർ ഡ്യൂറബിൾസ് മെമ്പർമാർക്ക് റീസണബിൾ റേറ്റിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. The main object is to provide consumer durable goods required by its members at reasonable rates. Share of profit will be distributed among members by the way of purchase bonus. Share of profit will be distributed among members by the way of purchase bonus. അതായത് മെമ്പർമാർക്ക് ഷെയർ ഉണ്ടല്ലോ, അവരുടെ ബോണസ് ഒക്കെ അതിന്റെ പ്രോഫിറ്റ് വരുമ്പോൾ അവർക്ക് അവർ ചെയ്ത പർച്ചേസിനനുസരിച്ച്, അതല്ലാതെ ഞാനിവിടെ മെമ്പർ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഷെയർ എടുത്ത മെമ്പർ എന്ന് വെച്ചാൽ കൂടുതലെന്നല്ല, ഞാൻ അവിടെ എത്രത്തോളം പർച്ചേസ് ചെയ്തു അതിനനുസരിച്ചാണ് ഞാനെന്ന മെമ്പർക്ക് അവർ പർച്ചേസ് ബോണസ് തരുന്നത്. അങ്ങനെ മെമ്പർമാർ പർച്ചേസ് ചെയ്തതിനനുസൃതമായി പ്രോഫിറ്റിൽ നിന്ന് ബോണസ് കൊടുക്കുന്നു. ഷെയർ ഓഫ് എ പ്രോഫിറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മെമ്പേഴ്സ് ബൈ ദ വേ ഓഫ് പർച്ചേസ് ബോണസ്. Share of profit will be distributed among the members by the way of purchase bonus. സോഴ്സ് ഓഫ് ഫണ്ട്സ് ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ. പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറിന്റെ സോഴ്സ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് 1 ഷെയർ ക്യാപിറ്റൽ, മറ്റ് റിസർവ് ഫണ്ട് ആൻഡ് അതർ റിസർവ്സ്, 3 ഡെപ്പോസിറ്റ് ഫ്രം മെമ്പർ ആൻഡ് നോൺ മെമ്പേഴ്സ്, 4 ട്രേഡ് ഡെപ്പോസിറ്റ്, 5 ലോൺസ് ആൻഡ് ക്യാഷ് ക്രെഡിറ്റ്. 1 ഷെയർ ക്യാപിറ്റൽ, 2 റിസർവ് ഫണ്ട് ആൻഡ് അതർ റിസർവ്സ്, 3 ഡെപ്പോസിറ്റ്സ് ഫ്രം മെമ്പർ ആൻഡ് നോൺ മെമ്പേഴ്സ്, 4 ട്രേഡ് ഡെപ്പോസിറ്റ്, 5 ലോൺസ് ആൻഡ് ക്യാഷ് ക്രെഡിറ്റ്. ഷെയർ ക്യാപിറ്റൽ ഒരു ഇൻകമാണ്, അതായത് ഇൻകം എന്നല്ല പറയാ, സോഴ്സ് ആണ്, ഫണ്ടാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് വരുന്നതാണ്. റിസർവ് ഫണ്ട് ആൻഡ് അതർ റിസർവ്സ്, പിന്നെ മെമ്പർമാരിൽ നിന്ന് നോൺ മെമ്പർമാരിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കുന്നുണ്ട്, ട്രേഡ് ഡെപ്പോസിറ്റുകൾ, ലോൺസ് ആൻഡ് ക്യാഷ് ക്രെഡിറ്റ്. ഇതൊക്കെയാണ് ഇതിന്റെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു who is residing within the area of operation. Membership is open to who is residing within the area of operation. ആരാണ് ആ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ താമസിക്കുന്നത് അവർക്കാണ് അതിന്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ആൾ, പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിൽ താമസിക്കുന്ന, അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇപ്പൊ ഒരു താലൂക്ക് കൊണ്ട് കൊടുത്തെങ്കിൽ ആ താലൂക്കിൽ താമസിക്കുന്നവര്, ഇത്ര വാർഡാണെങ്കിൽ ആ വാർഡിൽ താമസിക്കുന്നവര്, അവർക്ക് മാത്രമാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ജനറൽ ബോഡി ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി. അതിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി. നമ്പർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 7 to 50 മെമ്പേഴ്സ്. പ്രൈമറി ലെവലാണ്, 7 to 50 മെമ്പേഴ്സ് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ 3 വനിതകള്, 1 CST, അങ്ങനെ എല്ലാ വിധത്തിലുള്ള കാറ്റഗറീസും ഉണ്ട് കേട്ടോ ഇതില്. ദ കമ്മിറ്റി ഷുഡ് പ്രിപ്പയർ purchase to be followed by the purchase committee which was formed from board of directors. This committee should follow correct purchase policy. അതായത് ഇത് എന്തിനുള്ള സൊസൈറ്റിയാണ്? കൺസ്യൂമർ സൊസൈറ്റിയാണ്. കൺസ്യൂമർ സൊസൈറ്റിയിൽ എന്ത് വേണം? പർച്ചേസ് ചെയ്യണം. ആ പർച്ചേസ് ചെയ്യുന്നതിനൊരു പർച്ചേസ് കമ്മിറ്റി ഉണ്ടായിരിക്കും. ഈ മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നൊരു, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 7 തുടങ്ങി 15 മെമ്പർമാർ പറഞ്ഞാൽ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് ഒരു പർച്ചേസിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും. ആ പർച്ചേസിംഗ് കമ്മിറ്റിയാണ് കറക്റ്റ് ആയിട്ട് അതിന്റെ പർച്ചേസിംഗ് ഒക്കെ നടത്തുന്നത്. അതിന്റെ എല്ലാ
ഉത്തരവാദിത്തങ്ങളും ആ പർച്ചേസിംഗ് കമ്മിറ്റിക്ക് ആയിരിക്കും. ദ കമ്മിറ്റി ഷുഡ് പ്രിപ്പയർ എ പർച്ചേസ് പോളിസി ടു ബി ഫോളോഡ് ബൈ ദ പർച്ചേസ് കമ്മിറ്റി. അതിന് പർച്ചേസ് പോളിസി ഉണ്ട്. ആ പോളിസി ആര് ഫോളോ ചെയ്യും? പർച്ചേസ് കമ്മിറ്റി ഫോളോ ചെയ്യും. അത് ആരാണ് പർച്ചേസ് കമ്മിറ്റി? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന പർച്ചേസ് കമ്മിറ്റി. But the committee should prepare a purchase policy to be followed by the purchase committee, which was formed from board of directors. This committee should follow correct purchase policy. On 15th July 1966, the first supermarket was started at New Delhi. 1966 ജൂലൈ 15-നാണ് ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് ന്യൂഡൽഹിയിൽ, ഡൽഹി നെഹ്റു പാലസിൽ ഉള്ള ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് 1966 ജൂലൈ 15-നാണ് ആരംഭിച്ചത്. ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടത് 1966 ജൂലൈ 15-ന്. ചിന്താമണി എന്നാണ് 1984-ലാണ് ചിന്താമണി കോയമ്പത്തൂർ ആരംഭിച്ചത്. 1966 ജൂലൈ 15-നാണ് ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് ന്യൂഡൽഹിയിൽ ആരംഭിച്ചത്. In Kerala, Consumer Fed opened Triveni and district wholesale stores and run Janata. അതായത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണിയും ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ റൺ ജനത സൂപ്പർ മാർക്കറ്റ്. അതായത് കൺസ്യൂമർ ഫെഡിന്റെയാണ് ത്രിവേണി, ജനത സൂപ്പർ മാർക്കറ്റ് ആരെയെന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിന്റെയാണ്. പഠിച്ചു വെക്കുക. ജനത സൂപ്പർ മാർക്കറ്റ് ആരെയാണ്? ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിന്റെയാണ്. In Kerala, Consumer Fed opened Triveni and district wholesale store and run Janata supermarket at district headquarters of important places. Students' cooperative store is established for the distribution of books, textbooks and other essential stationery articles for the students. നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച സ്കൂളുകളിൽ സ്റ്റോറുകൾ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റോറി പോണ് ബുക്ക് വാങ്ങിക്കുക. ഈ സ്റ്റോറിന്റെ എന്താണ്, സ്റ്റോർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആ സ്റ്റോർ എന്ന് പറയുന്നത് നമുക്ക് റീസണബിൾ റേറ്റിൽ ബുക്കുകൾ കിട്ടാൻ. അതൊരു സഹകരണ പ്രസ്ഥാനമാണ്. നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയില്ല അത് സഹകരണ പ്രസ്ഥാനമാണെന്നൊന്നും അറിയില്ല. അപ്പൊ ആ സഹകരണ പ്രസ്ഥാനത്തിന്റെ അതിന്റെ കാര്യങ്ങളിലൊക്കെ ഇത് പഠിക്കുക. സ്റ്റുഡൻസ് കോപ്പറേറ്റീവ് സ്റ്റോർ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബുക്സ്, ടെക്സ്റ്റ് ബുക്സ് ആൻഡ് അതർ എസെൻഷ്യൽ സ്റ്റേഷനറി ആർട്ടിക്കിൾസ് ഫോർ ദ സ്റ്റുഡൻസ്. ബുക്കുകള്, ടെക്സ്റ്റ് ബുക്കുകള്, അങ്ങനത്തെ എസെൻഷ്യൽ ബോക്സ്, സ്ലേറ്റ്, എന്നിട്ട് പെൻസിൽ, റബ്ബർ, അങ്ങനെ എല്ലാ സാധനവും കിട്ടും നമുക്ക്. അങ്ങനെ എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മൾ സ്റ്റുഡൻസിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്ന സ്റ്റോറാണ് സ്റ്റുഡൻസ് കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് കോപ്പറേറ്റീവ് സ്റ്റോർ ഈസ് established for the distribution of books, textbooks and other essential stationery articles for the students. In students cooperative store, the students are admitted as associate members. Students cooperative സ്റ്റോറിലെ സ്റ്റുഡൻസിനെ എന്താണ് അസോസിയേറ്റ് മെമ്പർ ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു. എന്താണ് അസോസിയേറ്റ്, നാമമാത്ര മെമ്പർ ആയിട്ട് സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുക്കുന്നു. In students cooperative store, the students are admitted as associate member. സ്റ്റുഡൻസിന് അസോസിയേറ്റഡ് മെമ്പർ ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് സ്റ്റുഡൻസ് കോപ്പറേറ്റീവ് സ്റ്റോറിൽ ഹെഡ് മാസ്റ്റർ ആയിരിക്കും അതിന്റെ എക്സ് ഒഫീഷ്യോ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ടീച്ചേഴ്സും അതർ ജീവനക്കാരുമായിരിക്കും അവിടുത്തെ എ ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. എ ക്ലാസ് മെമ്പർ ആയിരിക്കാണ് കൊടുക്കുന്നത്. അവിടുത്തെ ജീവനക്കാർക്കും കൊടുക്കും, അതുപോലെ തന്നെ ടീച്ചേഴ്സിനും കൊടുക്കും. ഒരു ഓഹരിയുടെ വില എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. ബി ക്ലാസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കുന്ന വെച്ചാൽ സ്റ്റുഡൻസിന് കൊടുക്കും. അതിന്റെ ഒരു ഓഹരിയുടെ വില എന്ന് പറയുന്നത് 1 രൂപയാണ്. ബി ക്ലാസ് മെമ്പർഷിപ്പ് 1 രൂപയാണ്. ബി ക്ലാസ് മെമ്പർഷിപ്പിന്റെ വില 1 രൂപ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എ ക്ലാസ് മെമ്പർഷിപ്പിനും ബി ക്ലാസ് മെമ്പർഷിപ്പിനും എന്താണ് പൊതുയോഗത്തിൽ പങ്കെടുക്കാനുള്ള ഇതുണ്ട്. പൊതുയോഗം എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ സാധാരണ എ ക്ലാസ് മെമ്പർ അല്ലേ ജനറൽ ബോഡി എന്ന് പറയുന്നത്. ഇതിൽ ജനറൽ ബോഡി എന്ന് പറയുന്നത് എ ക്ലാസും ബി ക്ലാസും മെമ്പർമാർ കൂടിയിട്ടുള്ളതാണ്. ഹെഡ് മാസ്റ്റർ ഓർ പ്രിൻസിപ്പൽ ഷാൽ ബി ദ എക്സ് ഒഫീഷ്യോ പ്രസിഡന്റ്. ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആയിരിക്കും എക്സ് ഒഫീഷ്യോ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓണററി സെക്രട്ടറി ഫ്രം എ ക്ലാസ് മെമ്പേഴ്സ്. ഓണററി സെക്രട്ടറി എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാരോ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അതർ ജീവനക്കാർ ആരെങ്കിലും അവർക്ക് അവർ എ ക്ലാസ് മെമ്പറാണ്, അവരാണ് ഓണററി സെക്രട്ടറി എന്ന് പറയുന്നത്. ഓണററി സെക്രട്ടറി ഫ്രം എ ക്ലാസ് മെമ്പേഴ്സ്. ഓണററി സെക്രട്ടറി ഫ്രം എ ക്ലാസ് മെമ്പേഴ്സ്. അക്കൗണ്ടിങ് ഇയർ ഈസ് കലണ്ടർ ഇയർ. അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് കലണ്ടർ ഇയർ ആണ്. അക്കൗണ്ടിങ് ഇയർ നമ്മളെ ഏപ്രിൽ ടു മാർച്ച് എന്നുള്ളതല്ല, കലണ്ടർ ഇയർ ആണ്. എന്താണ് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആണ് എക്സ് ഒഫീഷ്യോ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓണററി സെക്രട്ടറി എന്ന് പറയുന്നത് എ ക്ലാസ് മെമ്പർ ആണ്. അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് ജനുവരി തുടങ്ങി ഡിസംബർ വരെയുള്ള 12 മാസമാണ്. അല്ലാണ്ട് ഏപ്രിൽ തുടങ്ങി മാർച്ച് വരെയുള്ള ഫിനാൻഷ്യൽ ഇയർ അല്ല, കലണ്ടർ ഇയർ ആണ് അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. അസോസിയേറ്റ് മെമ്പേഴ്സ്
എന്താ അസോസിയേറ്റ് മെമ്പേഴ്സ് റെപ്രസെന്റേറ്റീവ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ജനറൽ ബോഡി ആൻഡ് മാനേജിംഗ് കമ്മിറ്റി. അതായത് അസോസിയേറ്റ് മെമ്പർമാരുടെ റെപ്രസെന്റേറ്റീവ്സും ജനറൽ ബോഡിയിലും അംഗമായിരിക്കും. അതായത് കുട്ടികളുടെ പ്രതിനിധികളും ജനറൽ ബോഡിയിലെ മെമ്പർ ആയിരിക്കും. Students Cooperative Store encourages the habit of thrift, savings, and self-help, provides workshop methods of learning facilities among students, and encourages sports and games and extracurricular activities. Students Cooperative Stores encourage, അതെന്ത് encourage ചെയ്യുന്നു? The habit of thrift, savings, and self-help, provide workshop method of learning facilities among students, and encourages sports and games and extracurricular activities. അതായത് ഒരു സ്റ്റുഡൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അത് സാധനങ്ങൾ വിൽക്കുക മാത്രമല്ല, സമ്പാദ്യ ശീലങ്ങൾ അവർക്ക് എന്താ പറയുക, സെൽഫ് ഹെൽപ്പ്, സ്വയം സഹായം, മ്യൂച്വൽ ഹെൽപ്പ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിനുള്ള വർക്ക്ഷോപ്പുകൾ, ലേണിംഗ് ഫെസിലിറ്റികൾ ചെയ്തു കൊടുക്കും. പിന്നെ സ്പോർട്സ്, ഗെയിംസ്, അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പുകളും സ്റ്റുഡൻസ് കോപ്പറേറ്റീവ് സ്റ്റോറുകൾ ചെയ്തു കൊടുക്കും. Students Cooperative Store encourages the habits of thrift, savings, and self-help, provide workshop method of learning facilities among students, and encourages sports and games and extracurricular activities. The terms റിലേറ്റഡ് ടു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ടേംസ് നന്നായിട്ട് പഠിക്കുക. ട്രേഡ് ഡെപ്പോസിറ്റ്, പർച്ചേസ് ബോണസ്, ഇൻവെന്ററി കൺട്രോൾ, ആക്റ്റീവ് പ്രൈസ് പോളിസി, ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം, വിൻഡോ ഡ്രസ്സിംഗ്, വാല്യൂ കൺട്രോൾഡ് സിസ്റ്റം, പാറ്റർനേജ് ഡിവിഡൻഡ്, ലീഡ് ലിങ്ക് സ്കീം, അതായത് ലീഡ് ആൻഡ് ലിങ്ക് സിസ്റ്റം എന്ന് പറയും കേട്ടോ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പൊ ഈ വാക്കുകൾ നന്നായിട്ട് നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കുക. ട്രേഡ് ഡെപ്പോസിറ്റ്, ട്രേഡ് ക്രെഡിറ്റ് മാർക്കറ്റിംഗ്, ട്രേഡ് ഡെപ്പോസിറ്റ്, പർച്ചേസ് ബോണസ്, ഇൻവെന്ററി കൺട്രോൾ, ആക്റ്റീവ് പ്രൈസ് പോളിസി, ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം, വിൻഡോ ഡ്രസ്സിംഗ്, വാല്യൂ കൺട്രോൾഡ് സിസ്റ്റം, പാറ്റർനേജ് ഡിവിഡൻഡ്, ലീഡ്ലിംഗ് സിസ്റ്റം, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് പഠിച്ചത്. ഒട്ടുമിക്ക നമുക്ക് ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ബന്ധപ്പെട്ട് എത്രത്തോളം വരാൻ പറ്റുമോ അത്രത്തോളം കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ. അപ്പൊ നിങ്ങൾ അടുത്ത വീഡിയോ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഇത് പഠിക്കുക, അടുത്തത് കാണാം. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ദിവസങ്ങളില്ല, നന്നായിട്ട് പഠിച്ചു പോകണം. നമ്മളിപ്പോ CSEB എക്സാമിനായാലും കേരള ബാങ്ക് എക്സാമിനായാലും എന്തിനു വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് തന്നെയാണിത്. നമ്മളിപ്പോ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം പെട്ടെന്ന് വന്നതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പെട്ടെന്ന് ക്ലാസ്സുകളിലേക്ക് നീങ്ങുന്നുള്ളൂ. നമ്മളിത് സ്റ്റഡി ആയിട്ട് പഠിക്കുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതുപോലെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനല്ലെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും എക്സാം എല്ലാ എല്ലാ ആഴ്ചയും നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും എക്സാമുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. അപ്പൊ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കുക, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.